Dear students, welcome to TOS Academy. കഴിഞ്ഞ HSA, HSST, VHSC പരീക്ഷകളിൽ ഉന്നത റിസൾട്ടോടെ ടോസ് അക്കാഡമി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ടോസ് അക്കാഡമിയിൽ VHSC മാത്സ്, ബയോളജി, ഫിസിക്സ് എന്നീ വിഷയങ്ങളിൽ കുറെ വിദ്യാർത്ഥികൾ അവരുടെ ഡ്രീം ജോബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നിങ്ങളാവാം. അതിനായി ഞങ്ങളോടൊപ്പം കൂടാം. നമുക്ക് ഓൾറെഡി നമ്മുടെ കെമിസ്ട്രി ലോങ് ടേം ബാച്ചുകൾ റണ്ണിങ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് പുതിയ ബാച്ചസ്, ലോങ് ടേം ബാച്ചസ് നമുക്ക് ആരംഭിക്കുന്നുണ്ട്. ഡിസംബർ 2 മുതലാണ് പുതിയ ലോങ് ടേം ബാച്ചിന്റെ ആരംഭം. ഇന്ന് ടോസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് കഴിഞ്ഞ HSST, NVT എക്സാംസിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Magnetic moment of cobalt H2O 6 times 2+ is approximately. നമുക്കറിയാം, ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന ഭാഗത്തു നിന്നും നമ്മളോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതില് മാഗ്നറ്റിക് മൊമെന്റ് ആണ് ചോദിച്ചത്. ഒരു ട്രാൻസിഷൻ എലിമെന്റിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ? യെസ്. അപ്പോൾ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്നതാണ്, സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് √n × n+2 അല്ലേ? അപ്പം മ്യൂ ആണ് നമ്മുടെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. √n × n+2 ബോർ മാഗ്നറ്റോൺ ആണ്. യെസ്. അപ്പോൾ കൊബാൾട്ട് നമുക്കറിയാം, കൊബാൾട്ട് ഒരു ട്രാൻസിഷൻ എലിമെന്റ് ആയതുകൊണ്ട് ഇവിടെയുള്ള മാഗ്നറ്റിക് മൊമെന്റ് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് മാത്രം കണ്ടാൽ മതി. പക്ഷേ ലാന്തനൈഡ്സ് ആയിരുന്നെങ്കിൽ, അല്ലെ, ലാന്തനൈഡ്സ് ആയിരുന്നെങ്കിൽ അവിടെ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് മാത്രം പോരായിരുന്നു. അവിടെ എന്തും കൂടി വേണം, സ്പിൻ കോൺട്രിബ്യൂഷനും ഓർബിറ്റൽ കോൺട്രിബ്യൂഷനും വേണമായിരുന്നു, അല്ലെ? അപ്പൊ നമുക്കറിയാം, അത് μ = g × √j × j+1, അല്ലെ? അതൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ളതാണ്. നമ്മുടെ ലോങ് ടൈം ബാച്ചുകളിൽ വളരെ കൃത്യമായി കൊണ്ട് വളരെ ബേസിക് ലെവൽ നിന്നാണ് നമുക്ക് എല്ലാ ക്ലാസ്സസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാ ബേസിക് ലെവൽ മുതൽ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ടോസ് അക്കാഡമിയിൽ നിങ്ങളുടെ ലോങ് ടേം ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കേസ് കൊബാൾട്ട് നമുക്കറിയാം, H2O എന്ന് പറയുന്നത് ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അപ്പോൾ ചാർജസ് ഒന്നും ഉണ്ടാവില്ല. കൊബാൾട്ടിന്റെ +2 ചാർജ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെ? അപ്പോൾ കൊബാൾട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ എന്താണ്? 3d7 4s2. ഞാൻ പ്രത്യേകം പറയണ്ട, ഈ കോൺഫിഗറേഷന്റെ ട്രിക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ട്രാൻസിഷൻ എലിമെന്റ്സിന്റെ എല്ലാവരെയും തന്നെ നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ പഠിച്ചിരിക്കണേ. അപ്പോൾ 3d7 ആണ് കൊബാൾട്ട് 2+ ഉണ്ടാവുക. അപ്പോൾ മറ്റു കാര്യങ്ങൾ എന്താണ്? ഇവിടെയുള്ള ലിഗാൻസ് 6 H2O ലിഗാൻസ് ആണുള്ളത്. അപ്പം H2O എന്ന് പറയുന്നത് വീക്ക് ലിഗാൻഡ് ആണ്. വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പെയറിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പം ഇത് ഒക്ടാഹൈഡ്രൽ ആയതുകൊണ്ട് നമുക്കറിയാം T2g Eg ആയിരിക്കും നമ്മുടെ ഇലക്ട്രോൺസിന്റെ എനർജി ലെവൽസ്. അപ്പം 1 2 3 4 5 6 7. യെസ്. അപ്പോൾ നമുക്കറിയുന്നത് 3 ഇലക്ട്രോൺസ് എന്തുണ്ട്, അല്ലെങ്കിൽ 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്. അപ്പോൾ n = 3 ആണ്. ദെൻ μ = √3 × 3+2. യെസ്. അപ്പം √3 × 5, ദാറ്റ് ഈസ് √15. √15 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3 ഉണ്ടാവും. കാരണം 60 എന്ന് പറയുമ്പോൾ 4 ആണ്, അല്ലേ? അപ്പോൾ നമുക്കറിയാം 3.9 ബോർ മാഗ്നറ്റോൺ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കണം. കഴിഞ്ഞ HSSTക്ക് 2023ലും 2018ലും നമ്മളോട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ്. അപ്പം ഇതൊരു നമുക്കൊരു ഷുവർ ക്വസ്റ്റ്യൻ പാർട്ടാണ്. ചിലപ്പോൾ അത് ലാന്തനൈഡ്സിന്റെ കേസസിൽ ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പം ഇത് ട്രാൻസിഷൻ മെറ്റൽസിന്റെ കേസസിലും ചോദിക്കാം. ഓക്കെ. അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്വാർട്ടർ ലൈഫ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു. അപ്പം
ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് ഏതു ഭാഗത്തു നിന്നാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കെമിക്കൽ കൈനറ്റിക്സ് എന്നാണ് അല്ലേ. അപ്പം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പം അതിൽ കെ ഈസ് ഈക്വൽ ടു അല്ലേ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 1/T ln കോൺസെൻട്രേഷൻ ഓഫ് R0, അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ നമ്മുടെ ഇൻസ്റ്റന്റ് ആ ടൈമിലുള്ള കോൺസെൻട്രേഷൻ ആഫ്റ്റർ ദി ടൈം ടി ഉള്ള കോൺസെൻട്രേഷൻ. യെസ്, ഇവിടെ ക്വാർട്ടർ ലൈഫ് ഫോർ എ ഫസ്റ്റ് ഓർഡർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ R0 എന്ന് പറയുന്നത് നമുക്കറിയാം. R0 എന്ന് പറയുന്നത് നമ്മൾ 100% ആയിട്ടൊക്കെയാണ് കൂട്ടുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ R0ന് നമ്മൾ അങ്ങനെ വെച്ചിട്ടു R എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, R0ൻ്റെ by4 ആണ്, അതായത് ക്വാർട്ടറായി മാറും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആറിന് നമുക്ക് R0/4 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷനിൽ കൊടുത്തൂടെ, ദാറ്റ് ഈസ് 1/T ln R0, നമുക്ക് R0 തന്നെ കൊടുക്കാം. ഇനി ആറിന് നമുക്ക് എന്ത് ചെയ്യാം, R0/4 എന്ന് കൊടുക്കാം. ഇനി 1/T ഇൻറ്റു ln R0 ഇൻറ്റു ഈ R0/4നെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഒന്ന് അതായത് റെസിപ്രോക്കൽ ഇട്ടിട്ട് ഗുണിക്കുക ചെയ്യുക അല്ലേ, അതായത് 4/R0. യെസ്, അപ്പോൾ രണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്തു. ദാറ്റ് ഈസ് 1/T ln 4 ആണ്. ശരിയല്ലേ. അപ്പം നമ്മളോട് ക്വാർട്ടർ ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു, അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വാർട്ടർ ലൈഫ് എന്ന് പറഞ്ഞാൽ ടൈമാണ് ചോദിച്ചത്. അപ്പോൾ T ഈസ് ഈക്വൽ ടു എന്താ പറയുക, ln 4 ഡിവൈഡഡ് ബൈ K. ദാറ്റ് ഈസ് ഈക്വേഷൻ എന്ന് പറയുന്നത് K ഈസ് ഈക്വൽ ടു ആണ്. അപ്പം T ഈസ് ഈക്വൽ ടു എന്താണ്, ln 4 ഡിവൈഡഡ് ബൈ 4 K ആണ്. യെസ്, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പം കെമിക്കൽ കൈനറ്റിക്സ് എന്നൊക്കെ നമ്മളോട് വളരെ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കുന്നത്. അപ്പം 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, പിന്നെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻസ്, ഓരോ ഓർഡർ കണ്ടുപിടിക്കാനുള്ള ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻസ്, അതിൻ്റെ യൂണിറ്റ്, റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ളത്, അതൊക്കെ നമ്മൾ നോക്കി വെക്കണം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യനെയും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കിലെയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. യെസ്, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡീകാഡിക് അബ്സോർബൻസ് ഓഫ് എ സൊല്യൂഷൻ അറ്റ് എ വേവ് ലെങ്ത് 200 നാനോമീറ്റർ ഈസ് recorded as 1.08 given the values of molar extinction coefficient and path length to be 629 meter square per mole and 0.00121 meter. The concentration of a solution is. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കാരണം അബ്സോർബൻസ് ആണ് നമുക്ക് തന്നതും ഇനി കോൺസെൻട്രേഷൻ ആണ് നമുക്ക് കാണേണ്ടതും ഒക്കെ. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ബീർ ലാംബർട്ട്സ് ലോ ആണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാം അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു ലോഗ് I0/I ആണ്. യെസ്, ഇവിടെ നമുക്ക് അബ്സോർബൻസ് തന്നിട്ടുണ്ട്, അതായത് 1.08 ആണ് നമുക്ക് തന്ന അബ്സോർബൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീകാഡിക് സൊല്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ 10⁻³ എന്നുള്ള രൂപത്തിൽ വേണം എഴുതാൻ. ഇനി നമുക്കറിയുന്നത് A ഈസ് ഈക്വൽ ടു εcl അല്ലേ. εcl എന്ന് പറഞ്ഞാൽ മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ്, അതാണ് C എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ, L എന്ന് പറയുന്നത് പാത്ത് ലെങ്ത്, A എന്ന് പറയുന്നതോ അബ്സോർബൻസ്, അത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ്, C ആണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ അല്ലേ. അപ്പോൾ എപ്സിലോൺ എന്താ തന്നത്, 629 meter square per mole. Then length, path length മീറ്ററിൽ തന്നിട്ടുണ്ട് 0.00121 meter. യെസ്, വളരെ എളുപ്പമാണ് ഈ ഒരു ഇക്വേഷൻ അല്ലേ, ബീർ ലാംബർട്ട്സ് ലോന്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ കോൺസെൻട്രേഷൻ്റെ ഇതേക്ക് മാറ്റിയാൽ മതി, A/ε × L. ഓക്കെ അല്ലേ. അപ്പോൾ 1.08 ×
10⁻³ ഡിവൈഡഡ് ബൈ അബ്സിലോൺ എന്ന് പറയുന്നത് 629 ഇൻറ്റു ലെങ്ത് 0. അതാണ് പാത്ത് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. യെസ്, ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇത് നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 0.00141 ആയിരിക്കും. അത്രയും കോൺസെൻട്രേഷൻ ആണ്, മോളാറാണ് ആൻസർ. ഓക്കെ, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ആൻസറിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ എളുപ്പമുള്ള, നമ്മൾ പലപ്പോഴായിട്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ദ കോൺഫിഗറേഷൻ ഓഫ് ദി കോമ്പൗണ്ട് ഈസ് തന്നിരിക്കുന്നുണ്ട്. അതിൻ്റെ കോൺഫിഗറേഷൻ കാണാൻ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ഇങ്ങനത്തെ ഒരു ഫിഷർ പ്രൊജക്ഷൻ രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നാൽ നമ്മൾ എന്താ ചെയ്യാറ്? സാധാരണ ഒന്ന് ജസ്റ്റ് നമ്മളൊന്നെടുത്ത് എഴുതിയാൽ മതി. ഇവിടെ ഏറ്റവും പ്രിഫറൻസ് കൂടുതൽ ആർക്കാണ്? ഓക്സിജനാണ്. ഈ താഴെയുള്ള ഭാഗത്തിന് നമുക്ക് എന്ത് എഴുതാം? ഈ എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ഇതൊരു കാർബൺ ആണ് അല്ലേ? അറിയുന്നതാണ്. അപ്പോൾ ഈ കാർബണിൻ്റെ, അതായത് ഒന്നാമത്തെ ആള്, അതായത് മേലെയുള്ള വെർട്ടിക്കൽ ലൈനിലാണ് CH3, ദെൻ ഹൊറിസോണിലുള്ളത് OHും Hഉം ഉണ്ട്. പിന്നെ താഴോട്ടുള്ള ഭാഗത്തിന് നമുക്ക് എന്ത് ചെയ്താം? CHOH, പിന്നെ എന്തുണ്ട്? CH2 CH3 ഉണ്ട് അല്ലേ? അപ്പം ഇത്രയും ആൾക്കാരെ നമുക്ക് മൊത്തത്തിൽ ഇതിൻ്റെ താഴ്ഭാഗം എന്നുള്ള രൂപത്തിൽ എടുക്കാം. ഇനി നമുക്കിതിന് പ്രിഫറൻസ് കൊടുത്താൽ ഓക്സിജൻ ആണ് ആദ്യത്തത്, നമുക്കറിയാം. ദെൻ രണ്ടാമത്തത് ആരായിരിക്കും? ഓഫ് കോഴ്സ് നമ്മളെ ഈ കാർബൺ കഴിഞ്ഞിട്ടില്ലേ, കാർബൺ ഉണ്ട്, ഇതും കാർബൺ ഉണ്ട്, പിന്നെയോ ഇവിടെ Hഉം OHും ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രിഫറൻസ് കൂടുതൽ പോവുക താഴത്തെ ആൾക്കായിരിക്കും, അതായത് വെർട്ടിക്കലുള്ള ആള്. അപ്പോൾ 2. ഇനി അടുത്ത പ്രിഫറൻസ് ആർക്കാ പോവുക? CH3, അതായത് മൂന്നാമത്തത്. അപ്പോൾ നാലാമത്തത് ഹൈഡ്രജനാണ്. യെസ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് വരിക? നമുക്ക് ഡിറക്ഷൻ എങ്ങനെ വരിക? 1 2 3, അതായത് ക്ലോക്ക് വൈസിലാണ് നമുക്ക് വരിക. ക്ലോക്ക് വൈസ് ഡിറക്ഷൻ, അതായത് 6 ആണ് വരിക. പക്ഷേ നമുക്കറിയാം ഫിഷർ പ്രൊജക്ഷനിൽ നമുക്ക് 4th ആള്, അതായത് ലാസ്റ്റ് 1 പ്രയോറിറ്റി ഉള്ള ആള് ഒറിസോണ്ടൽ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കോൺഫിഗറേഷൻ എന്ത് ചെയ്യണം? നമ്മൾ റിവേഴ്സ് ചെയ്യണം അല്ലേ? അപ്പോൾ റിവേഴ്സ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ 6 ആയിരുന്നു കിട്ടിയത്. അപ്പോൾ എന്ത് വരും? അപ്പം നമുക്ക് S ആയിരിക്കും കോൺഫിഗറേഷൻ ആണല്ലോ. യെസ്. അപ്പോൾ കാർബൺ 1 2, അപ്പോൾ 2s എന്നാണ് നമുക്ക് കോൺഫിഗറേഷൻ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാർബൺ 3ൻ്റെ കാര്യവും ചോദിക്കുന്നുണ്ട് അവർ. അപ്പോൾ CH3 ഈ ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റൊന്നായിട്ട് നിൽക്കാം അല്ലേ? ഒറ്റൊന്നാക്കി നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഞാൻ എഴുതുന്നില്ല, ഇതുപോലെ കാണിക്കുന്നു. പിന്നെയോ ഇവിടെ H ഉണ്ട്, ഇവിടെ OH ഉണ്ട്, ഇവിടെ CH2 CH3 ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പം ദെൻ ഓക്സിജൻ ആണ് എന്തുള്ളത്? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ, അറ്റോമിക് മാസ് കൂടുതൽ അല്ലേ? ഓക്കെ, അപ്പോൾ അത് കൂടുതലാണ്. ദെൻ രണ്ടാമത്തത് എന്തായിരിക്കും? മുകളിലുള്ള ഈ ഭാഗം അല്ലെ? ഈ ഭാഗം മൊത്തത്തിൽ CH3, അതായത് CHOH CH3, അതാണ് ഈ ഭാഗത്ത് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതായിരിക്കും രണ്ടാമത്തെ ആൾ. ദെൻ ഇതായിരിക്കും മൂന്നാമത്തെ ആൾ. അപ്പം 1 2 3. ഓക്കെ, ഇതും എന്താണ്? ക്ലോക്ക് വൈസ് ആണ് അല്ലേ? ഇതും ക്ലോക്ക് വൈസ് ആണ്. അപ്പം എന്ത് ചെയ്യും? ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നമുക്ക് 6 കിട്ടും. പക്ഷെ വീണ്ടും ഇവിടുത്തെ നാലാമത്തെ ആൾ എന്ന് പറയുന്ന ഹൈഡ്രജൻ ഹൊറിസോണ്ടൽ ലൈനിലാണ് ഉള്ളത്. അപ്പം നമുക്ക് കിട്ടുന്ന ആളുടെ നേരെ ഓപ്പോസിറ്റ് എടുക്കണം. അപ്പം എന്താണ്? S ആണ് കിട്ടുക. അപ്പം അതിനർത്ഥം എന്താ? മൂന്നാമത്തെ കാർബൺ 3s, അപ്പം 2sഉം 3sഉം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ HSST NVT പോലത്തെ PSC എക്സാംസിൽ നമുക്ക് കൃത്യമായിട്ട് സ്റ്റീരിയോ കെമിസ്ട്രിന്ന് കോൺഫിഗറേഷൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. സോഹോസ് റെപ്രസെൻറ്റേഷനും പിന്നെ നമ്മുടെ ഈ ഫിഷർ പ്രൊജക്ഷനും ഒക്കെ ന്യൂമാനും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം എല്ലാ രീതിയിലും കോൺഫിഗറേഷൻ കാണുന്നത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ട്. യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഫോർ എൻ ഇലക്ട്രോൺ confined
to a potential well of width 0.4 nanometer is. അപ്പോൾ നമുക്കറിയാം എനർജി, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജീൻ്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് E is equal to n square h square divided by 8m l square. അല്ലേ, നമുക്ക് വെല്ലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് L ആണ്. ദെൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ n equal to 1 ആണ്. ദെൻ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് നമുക്കറിയാം 6.626 into 10⁻⁻34 ജൂൾ പെർ സെക്കൻഡ്. ദെൻ ഇലക്ട്രോൺ ആണ്, അപ്പോൾ അതിൻ്റെ മാസ് 9.1 into 10⁻31 കിലോഗ്രാം. ദെൻ ലെങ്ത് എത്രയാണ് പറഞ്ഞത്? 0.4 നാനോമീറ്റർ. അപ്പോൾ എന്ത് വരും? 0.4 into 10⁻⁻9 മീറ്റർ. യെസ്, ഇനി എന്താ ചെയ്യേണ്ടത്? E is equal to അല്ലേ, E is equal to എന്നിൻ്റെത് 1 ആണ് വാല്യൂ, കുഴപ്പമില്ല. അപ്പോൾ 6.626 into 10⁻⁻34 സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 into 9.1 into 10⁻31 into L square 0.4 into 10⁻⁹ സ്ക്വയർ വരും. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം വാല്യൂ എന്ന് പറയുന്നത് 3.769 കിലോ ജൂൾ പെർ മോൾ ആണ് നമുക്ക് കിട്ടുക. യെസ്, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻസും നോക്കുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകൾ നമ്മൾ പറയുന്നുണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻസ് നമ്മൾ പറയുന്നുണ്ട്. എല്ലാവരും അത് ശ്രദ്ധിക്കണം, നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. പല രീതിയിലും നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും PYQs, കൂടുതൽ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ ടൈം വെച്ചിട്ടൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാല്യൂ ഓഫ് ΔG ഫോർ അഡ്സോർപ്ഷൻ ഡാഷ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ അല്ലേ വാല്യൂ ഓഫ് ΔG എന്താവുക എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ becomes more positive starting from a negative value, becomes more negative starting from a negative value, becomes more negative starting from a positive value. അപ്പോൾ നമുക്ക് ഇതൊക്കെ പറയുന്നതിന് മുമ്പേ, നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുന്നതിന് മുമ്പേ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്താണ് അല്ലേ? ഒരു അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സർഫസ് ഫിനോമിനോൺ അല്ലേ, ഒരു സർഫസ് ഫിനോമിനോൺ ആണ്. അതെല്ലാവർക്കും അറിയാം. നമുക്ക് പെരിഫറൽ ആ ഒരു സർഫസിലാണ് നമുക്ക് റിയാക്ഷൻ നടക്കുന്നത്. യെസ്, ഇനി ഈ ഒരു അഡ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് ഈ അഡ്സോർബേറ്റ് ആരാണോ അഡ്സോർബ് ചെയ്യുന്നത് ആൻഡ് അഡ്സോർബെന്റ് ഏതിലേക്കാണോ അഡ്സോർബ് ചെയ്യുന്നത് അല്ലേ? യെസ്, അപ്പോൾ അഡ്സോർബേറ്റും അഡ്സോർബെന്റും ആരാണ് അഡ്സോർബ് ചെയ്യുന്നത്? അഡ്സോർബെന്റും. അതിലേക്കാണോ അഡ്സോർബ് ചെയ്യുന്നത്? അത് അഡ്സോർബേറ്റും. ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻ ആണ് അവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ അവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഈ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സോതെർമിക് റിയാക്ഷൻ. അപ്പോൾ എക്സോതെർമിക് ആണ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാര്യം അണ്ടർസ്റ്റുഡ് ആണ്, ΔH എന്ന് പറയുന്നത് നെഗറ്റീവാണ് അല്ലേ? ഇനി ഒരു സാധനം എന്തെങ്കിലും ഒന്നിലേക്ക് അഡ്സോർബ് ചെയ്യാന്ന് പറയുമ്പം അതിൻ്റെ എൻട്രോപ്പി അല്ലെങ്കിൽ റാൻഡംനെസ് എന്താ ചെയ്യത്? നെഗറ്റീവ് ആവുക ചെയ്യുക അല്ലേ? എൻട്രോപ്പി നെഗറ്റീവ് ആവുക ചെയ്യുക. ΔS എന്ന് പറഞ്ഞാൽ എൻട്രോപ്പിൻ്റെ ചേഞ്ച് അതെന്ത് ചെയ്യും? കുറയും. ഈ കുറയാന്ന് പറയുമ്പോൾ നെഗറ്റീവിലേക്ക് പോകും. ഓക്കെ അല്ലേ? അപ്പോൾ അഡ്സോർപ്ഷൻ നടന്ന സാധാരണ എൻട്രോപ്പി കുറയുക ചെയ്യുക. ഇനി നമുക്കറിയുന്ന ΔG എന്ന് പറഞ്ഞാൽ എന്താ? ഗിബ്സ് ഹെൽമോൾട്സ് എനർജി അല്ലേ, അല്ലെങ്കിൽ ഗിബ്സ് എനർജി എന്ന് നമ്മൾ ചുരുക്കപ്പേരിൽ പറയും. അപ്പം ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ΔGയും ΔTയും ടിയും ΔSും ആയിട്ട് റിലേറ്റ് ചെയ്ത, ΔHും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ പ്ലസ് 2 മുതലേ പഠിക്കുന്നതാണ്. ΔG is equal to ΔH minus T ΔS
ശരിയല്ലേ? ഇവിടുത്തെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം അത് എക്സോതെർമിക് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും അല്ലേ? അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളൊന്ന് സൈൻ ഇട്ട് നോക്കാനേ, ഡെൽറ്റ എച്ച് എന്ന് കിട്ടും. യെസ്, മൈനസ് ടി ഇൻറ്റു ഈ അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ എന്തും നെഗറ്റീവാണ്, ഡെൽറ്റ എസും നെഗറ്റീവ് അല്ലേ? യെസ്, അപ്പം നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? പ്ലസ് ടി ഡെൽറ്റ എസ് ഇതല്ലേ വരിക? യെസ്, ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. അത് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചത് എന്താ? ഡെൽറ്റ ജി ഫോർ ദി അഡ്സോർപ്ഷൻ ഡാഷ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയാൽ ഡെൽറ്റ ജിക്ക് എന്താ പറ്റുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കിയേ, ഇവിടെ ടെമ്പറേച്ചർ കൂടിയാൽ ഡെൽറ്റ ജി എന്താ ചെയ്യുക? ഡെൽറ്റ ജി കൂടുതൽ കൂടുതൽ പോസിറ്റീവ് ആവും അല്ലേ? അപ്പം ഡെൽറ്റ ജി കൂടുതൽ കൂടുതൽ പോസിറ്റീവ് ആവും. ഇനി ടെമ്പറേച്ചർ കുറഞ്ഞാലോ? ടെമ്പറേച്ചർ കുറഞ്ഞാൽ ഇതും കൂടി നെഗറ്റീവ് ആകുമ്പോൾ മൊത്തത്തിൽ ഡെൽറ്റ ജി എന്ത് ചെയ്യും? കുറയും. ഓക്കെ അല്ലേ? അപ്പം നമ്മൾക്ക് ക്വസ്റ്റ്യൻ, അതായത് ഇൻക്രീസ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡെൽറ്റ ജി എന്ത് ചെയ്യും? മോർ പോസിറ്റീവായിട്ട് നിൽക്കും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. എല്ലാവരും വീഡിയോ കാണുക. നിങ്ങൾ ടോസ് അക്കാഡമിയിൽ ഒരു ലോങ് ടേം ബാച്ചിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. താങ്ക് യു.